വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ സമർപ്പിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ. കമ്മിറ്റിയുടെ കാലാവധി നീട്ടിയെന്നും ഇന്നലെ ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടായില്ലെന്നും ചെയർമാൻ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതിയിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഇന്നലെ ചേർന്ന യോഗം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ അലങ്കോലപ്പെടുത്തി ഇറങ്ങിപ്പോയിരുന്നു. ഇതിന് പിറകെയാണ് റിപ്പോർട്ട് ഈ സമ്മേളന കാലയളവിൽ സമർപ്പിക്കാനാകില്ലെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചത്. റിപ്പോർട്ട് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ സമർപ്പിക്കുമെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി നീട്ടാനുള്ള തീരുമാനം കൈക്കൊണ്ടതായും അദ്ദേഹം വ്യക്തമാക്കി. 6 സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനായില്ലെന്നും ചെയർമാൻ പറഞ്ഞു. अभी कुछ राज्यों से जो स्टेट गवर्नमेंट की प्रॉपर्टी है जिसको वक्फ क्लेम कर रहा है, राज्य में और बोर्ड के बीच में डिस्प्यूट है, ऐसे 6 राज्य हैं. उन 6 राज्यों से हमने उसकी एक रिप्लाई मांगी थी कि आखिर आपकी डीड्स हैं या आपके क्या हैं, इसके संबंध में क्लैरिटी दें. तो वो रिप्लाई अभी तक नहीं आई. देश की राजधानी में 123 पर संपत्तियां जो मतलब इतनी कीमती हैं और वो केंद्र सरकार की है. 1911 में ब्रिटिशर्स ने उसको राजधानी बनाने के लिए कंपनसेशन देके एक्वायर किया था और फिर 70s में 1970 में वक्फ बोर्ड ने क्लेम कर दिया वो 123 प्रॉपर्टी की वक्फ की है. तो ऐसी परिस्थितियों में फिर 2014 में जिस दिन इलेक्शन डिक्लेयर हो रहा था उस समय की सरकार ने एक कैबिनेट करके कि हम ₹1 प्रति एकड़ पर एनम हम उस 123 प्रॉपर्टी को दे रहे हैं और हैंड ओवर करने की वो कोर्ट ने स्टे कर दिया. नहीं तो आज 1 लाख करोड़ से ऊपर की गवर्नमेंट की प्रॉपर्टी आज वक्त की हो जाती. तो उस पर भी लोगों ने कहा कि इस पे हमको फिर से यूडी मिनिस्ट्री को बुलाना चाहिए, दिल्ली सरकार को बुलाना चाहिए. तो ऐसे पे हमने महसूस किया है कि हम इसके टाइम के एक्सटेंशन के लिए जा रहे हैं. आज वो रिजोल्यूशन आएगा कि हम ബജറ്റ് സെഷൻ के आखिरी दिन तक. അടുത്ത ഏപ്രിൽ വരെയാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി നീട്ടിയത്. ഇന്നലെ ചേർന്ന യോഗത്തിൽ റിപ്പോർട്ട് ഈ മാസം 29-ന് സഭയിൽ അവതരിപ്പിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചതോടെയായിരുന്നു പ്രതിപക്ഷ എംപിമാർ യോഗം അലങ്കോലപ്പെടുത്തി ഇറങ്ങിപ്പോയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴും വഖഫ് നിയമ ഭേദഗതി ബിൽ വൈകിപ്പിക്കാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത്. ജനം, ഡൽഹി.